ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധര ആരതി ഒഴിഞ്ഞ് അഖിലിനെയും ശ്യാമയും അകത്തേക്ക് കയറ്റുമ്പോൾ ശ്യാമ വീഴാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ വസുന്ധര ശ്യാമയെ താങ്ങി പിടിക്കുന്നു. ശ്രദ്ധിച്ചൊക്കെ നടക്കണ്ടേ മോളെ, ഉള്ളിൽ ഒരാളും കൂടി ഉള്ളതല്ലേ എന്ന് വസുന്ധര സ്നേഹത്തോടെ പറയുമ്പോൾ ഇതെല്ലാം സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് അമൃതയും അഖിലും ശ്യാമയും. അതേസമയം അവരകത്തേക്ക് കയറിയതിനു ശേഷം ഐശ്വര്യ പറയുകയാണ്, ഇതിനിയും വെച്ചു പൊറപ്പിക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ എല്ലാം ഇല്ലാതാക്കണം. അങ്ങനെ അകത്തേക്ക് കയറുന്ന ശ്യാമയും അഖിലും അവിടെ വസുന്ധര അവർക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കണ്ട് അതിശയത്തോടെ നിൽക്കുകയാണ്. അതേസമയം അരുൺ അങ്ങോട്ടേക്ക് വരുമ്പോൾ വസുന്ധര പറയുകയാണ്, ആഹാ, അരുൺ വന്നല്ലോ, ഇനി നമുക്ക് ചടങ്ങ് ആരംഭിക്കാം. ഇത് കേൾക്കുന്ന അരുൺ അമ്പരപ്പോടെ ചോദിക്കുകയാണ്, എന്ത് ചടങ്ങ്? അപ്പോ നീ എന്താ ഒന്നും അറിഞ്ഞില്ലേ? ഐശ്വര്യ നിന്നോട് ഒന്നും പറഞ്ഞില്ലേ? അതമ്മേ ഞാൻ എന്ന് പറഞ്ഞ് ഐശ്വര്യ പറയാൻ ആരംഭിക്കുമ്പോ വസുന്ധര പറയുകയാണ്, അത് പിന്നെ ഐശ്വര്യക്ക് ഇപ്പോ ഇതൊന്നുമല്ലല്ലോ ആലോചന. അരുണെ, നമ്മുടെ ശ്യാമ പ്രഗ്നന്റ് ആണെന്ന് വസുന്ധര പറയുമ്പോ അത് ഞാൻ അറിഞ്ഞെന്ന് സന്തോഷത്തോടെ പറയുകയാണ് അരുൺ. ഗർഭിണിക്ക് മധുരം നൽകുന്ന ചടങ്ങാണിത്. വീട്ടിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോവുകയല്ലേ. എന്നാൽ അമ്മ തന്നെ ആദ്യം മധുരം കൊടുക്കാൻ അമൃത പറയുമ്പോ വസുന്ധര ശ്യാമയ്ക്ക് മധുരം കൊടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ശ്യാമയ്ക്ക് മധുരം നൽകുകയാണ്. അവസാനം ഐശ്വര്യ കൊടുക്കേണ്ടതായി വരുമ്പോൾ ഐശ്വര്യ ഒരു ഫോൺ ചെയ്യുകയാണ്. ദേ ഐശ്വര്യ, നിനക്ക് ഫോണിൽ സംസാരിക്കാനാണെങ്കിൽ അപ്പുറത്തെങ്ങാനും മാറി നിന്ന് സംസാരിക്കാൻ നോക്ക്. ഇവിടെ ഒരു ചടങ്ങ് നടക്കുകയാണെന്ന് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് വസുന്ധര പറയുകയാണ്, ഐശ്വര്യ, ഇനി നീ ആ മധുരം കൊടുക്കേണ്ടത്. നീ മധുരം കൊടുക്ക്. അങ്ങനെ നിനക്കും ഇങ്ങനൊരു ചടങ്ങ് വേണമെന്നെങ്കിലും തോന്നട്ടെ. അങ്ങനെ വസുന്ധരയുടെ നിർബന്ധപ്രകാരം ഐശ്വര്യയും മധുരം കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിലേക്ക് മ്യൂസിക് ഡയറക്ടർ വരുന്നതാണ്. അഖില് അദ്ദേഹത്തെ അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടിരുത്തുന്നു. തുടർന്ന് വർമ്മയ്ക്കും മറ്റുള്ളവർക്കും അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ശ്യാമമോള് പ്രഗ്നന്റ് ആണെന്നും മധുരം കൊടുക്കുന്ന ചടങ്ങ് നടക്കുകയായിരുന്നെന്നും വസുന്ധര പറയുന്നു. എന്നിട്ട് വസുന്ധര അവർക്കും സ്വീറ്റ്സ് കൊടുക്കുകയാണ്. തുടർന്ന് ഡയറക്ടർ പറയുകയാണ്, ഇത് പാട്ടിന് പ്രാധാന്യമുള്ള സിനിമയാണ്. ഈ സിനിമയില് 3 പാട്ടുകളാണ് ഉള്ളത്. 3ഉം ശ്യാമ പാടണമെന്നാ ഞങ്ങൾ പറയുന്നത്. അതിനെന്താ, എനിക്ക് സമ്മതമാണെന്ന് ശ്യാമയും പറയുന്നു. പെട്ടെന്ന് ശ്യാമയ്ക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നുകയും ശ്യാമ പെട്ടെന്ന് പോയി ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ കുഞ്ഞിന്റെ ഐശ്വര്യമാണെന്ന് അഖില് പറയുമ്പോൾ അതിന് ശരിവെച്ചുകൊണ്ട് അമൃതയും അങ്ങോട്ടേക്ക് വരുന്നു. ശ്യാമയുടെ ശബ്ദം വല്ലാത്തൊരു ഫീലാണെന്നും അതുകൊണ്ടാണ് ശ്യാമ തന്നെ പാടണമെന്ന് ഞങ്ങള് നിർബന്ധം പിടിക്കുന്നതെന്നും ഡയറക്ടർ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. എന്നാലും ഈ അമ്മ എങ്ങനെയാ ശ്യാമയുടെ വലയിലായി പോയതെന്ന് ഐശ്വര്യ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും ഡയറക്ടറിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവര് ശ്യാമയ്ക്ക് അഡ്വാൻസ് നൽകുന്നതാണ്. ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. അങ്ങനെ അവരവിടെ നിന്ന് പോയതിനു ശേഷം ശ്യാമ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മേ, ആദ്യമായിട്ട് ഒരു സിനിമ പാടുന്നതിന് എനിക്ക് കിട്ടിയ അഡ്വാൻസ് ആണ് ഇത്, അമ്മ വാങ്ങണമെന്ന് ശ്യാമ പറയുമ്പോൾ പണ്ട് സംഗീതത്തിന്റെ പേരിൽ ശ്യാമയെ അപമാനിച്ച കാര്യമെല്ലാം വസുന്ധര ഓർക്കുന്നു. തുടർന്ന് വസുന്ധര പറയുകയാണ്, ഇല്ല മോളെ, അമ്മയ്ക്കിത് വാങ്ങാനുള്ള ഒരു യോഗ്യതയുമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമയെ ചേർത്ത് പിടിച്ച് കരയുകയാണ് വസുന്ധര. ഇത് കാണുന്ന വർമ്മ പറയുകയാണ്, മതി വസു, താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ഇത് തന്നെയാണ് പ്രായശ്ചിത്തം. അറിഞ്ഞോ അറിയാതെയോ ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനതിന് ഇനി മാപ്പ് പറയുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമയെ ചേർത്ത് പിടിച്ച് ശ്യാമയുടെ കവിളിൽ ഉമ്മ കൊടുക്കുകയാണ് വസുന്ധര. ഇതൊക്കെ കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതിയെയാണ്. അരുൺ ശ്രീകുട്ടിയെ കാണാനായി അശ്വതിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇത് കാണുന്ന അശ്വതി പറയുകയാണ്, അരുണിനോട് ഞാൻ അന്നും പറഞ്ഞതില്ലേ ഇനി ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. ഞാൻ അതിന് എന്റെ മോളെ കാണാനാ വരുന്നത്. ഞാൻ ഇനിയും വരുമെന്ന് അരുൺ പറയുമ്പോ അതൊന്നും പാടില്ലെന്ന് അശ്വതി പറയുന്നു. എന്റെ മോളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ ഞാനുണ്ടെന്നും അവൾക്ക് ഒരച്ഛന്റെ സ്നേഹം നിഷേധിക്കാൻ ആരെ കൊണ്ടുമാകില്ലെന്നും അരുൺ പറയുന്നു. തുടർന്ന് അരുൺ ദേഷ്യത്തോടെ പറയുകയാണ്, ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. എന്റെ മോളെ കാണാൻ ഞാൻ ഇനിയും ഇവിടെ വരും. അത്രയും പറഞ്ഞുകൊണ്ട് അരുൺ അവിടെ നിന്ന് പോകുമ്പോ മനസ്സിൽ സ്നേഹം വെച്ചുകൊണ്ട് അരുണിനോട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നല്ലോ എന്നതോർത്ത് കരയുകയാണ് അശ്വതി. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അരുണിനെ കാത്തിരിക്കുകയാണ് ഐശ്വര്യ. അതേസമയം അരുൺ അങ്ങോട്ടേക്ക് വരുമ്പോ ഐശ്വര്യ പറയുകയാണ്, അതെ, ഭാര്യ എന്ന് പറയുന്ന ഒരാള് ഇവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഭർത്താവ് എന്ന് പറയുന്ന ആൾക്കെ അല്പം നേരത്തേക്ക് വരാം. ഇവിടെ ഞാൻ ദേഷ്യപ്പെടുന്ന ഭാര്യ, മറ്റൊരിടത്ത് സാന്ത്വനിപ്പിക്കുന്ന ഭാര്യ. എന്റെ ഭർത്താവ് നേർവഴിക്ക് നടക്കാനാ ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് അരുൺ എന്താ മനസ്സിലാക്കാത്തത്? അവസാന കാലത്തും ഞാൻ മാത്രമേ ഉണ്ടാകൂ എന്ന് ഐശ്വര്യ പറയുമ്പോ അരുൺ മനസ്സിൽ പറയുകയാണ്, അപ്പോൾ ഐശ്വര്യ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. തുടർന്ന് അരുൺ പറയുകയാണ്, ദേ ഐശ്വര്യ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം.
അതെങ്ങനെയാ? ഞാൻ പറഞ്ഞാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാര്യയല്ലേ നിങ്ങൾക്കിഷ്ടം എന്ന് ഐശ്വര്യ പറയുമ്പോൾ അത് സമ്മതിച്ചുകൊണ്ട് എനിക്ക് അത് തന്നെയാ ഇഷ്ടമെന്ന് അരുണും പറയുന്നു. ഇത് കേൾക്കുന്ന ഐശ്വര്യ ഒരു ഞെട്ടലോടെ അരുണിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.